കേരള നിയമസഭയിൽ ഉണ്ടോ ഇല്ലയോ എന്ന് നമുക്ക് ആർക്കും അറിയാത്ത 3 MLA-മാർ ഇപ്പോൾ ബിജെപിക്കുണ്ട്. ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ബിജെപി ചിഹ്നത്തിൽ മത്സരിച്ച ഒരു മൂവർ സംഘം കേരള നിയമസഭയിൽ എത്തുന്നത് എന്ന സവിശേഷത ഇവിടെ നിൽക്കുന്നുമുണ്ട്. എന്നാൽ കഴിഞ്ഞ നിയമസഭാ സമ്മേളന കാലത്ത് ഈ 3 പേരും അവിടെ ഉണ്ടായിരുന്നോ എന്ന് പോലും നമുക്കറിയാത്ത തരത്തിൽ അത്രമേൽ നിശബ്ദമായിരുന്നു സഭയ്ക്കുള്ളിൽ അവരുടെ സാന്നിധ്യം. ഒരു വേള സന്ദീപ് വാര്യർ പരസ്യമായി തന്നെ ചോദിക്കുകയുണ്ടായി, വലിയ വീമ്പു പറയുന്ന ബിജെപി പ്രതിനിധികൾ എവിടെ പോയി എന്നായിരുന്നു അത്. പക്ഷേ അപ്പോഴും പാർട്ടി സംസ്ഥാന അധ്യക്ഷൻ കൂടിയായ രാജീവ് ചന്ദ്രശേഖർ പോലും സഭയിൽ ഉണ്ടായിരുന്നില്ല എന്നത് മറ്റൊരു യാഥാർത്ഥ്യം. വലിയ ബിസിനസ് പ്രമുഖനായ രാജീവ് ചന്ദ്രശേഖർ ഇപ്പോൾ വിദേശത്താണ്. എന്നാൽ അദ്ദേഹം വിദേശയാത്ര കഴിഞ്ഞ് തിരിച്ചെത്തുമ്പോൾ കേരളത്തിൽ ബിജെപിക്ക് അകത്തുണ്ടാകാൻ പോകുന്ന ഒരു കൊടുങ്കാറ്റ് അത് ചെറുതായിരിക്കില്ല എന്നാണ് രാഷ്ട്രീയ കേന്ദ്രങ്ങൾ വിലയിരുത്തുന്നത്. ഇന്നല്ലെങ്കിൽ നാളെ തിരുവനന്തപുരം നഗരസഭ കയ്യിൽ നിന്ന് പോകുമെന്ന് ഉറപ്പായി നിൽക്കുന്ന ഒരു പ്രത്യേക രാഷ്ട്രീയ അവസ്ഥയിലാണ് ഇപ്പോൾ ബിജെപി മുന്നോട്ട് പോകുന്നതും. അവിടുത്തെ മേയറാണെങ്കിൽ തീക്കട്ടയിൽ ഇരിക്കുന്നത് പോലെയാണ്, കടുത്ത സമ്മർദ്ദത്തിലാണ് ഓരോ ദിവസവും തള്ളി നീക്കുന്നതും. ഇതിനെല്ലാം പിന്നാലെയാണ് ഇപ്പോൾ കേരളത്തിലെ ബിജെപിക്കുള്ളിൽ വൻ കൊടുങ്കാറ്റ് അഴിച്ചുവിടുന്നത്. 12 കോടിയുടെ തെരഞ്ഞെടുപ്പ് ഫണ്ട് അട്ടിമറിയുടെ ഞെട്ടിക്കുന്ന കണക്കുകളുമാണ് പുറത്തു വരുന്നത്. കേരളത്തിലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് കേന്ദ്ര നേതൃത്വം നൽകിയ ഫണ്ടിൽ ഭീമമായ സാമ്പത്തിക ക്രമക്കേട് നടന്നു എന്നാണ് പാർട്ടിക്കുള്ളിൽ നിന്ന് തന്നെ ഉയരുന്ന പ്രധാന ആരോപണം. കേവലം തിരഞ്ഞെടുപ്പ് സാമഗ്രികളുടെ വാങ്ങലിന് മാത്രം ഒതുങ്ങുന്നതല്ല ഈ ക്രമക്കേട് എന്നും കേന്ദ്രം അനുവദിച്ച വലിയ തുകയിൽ ഏകദേശം 12 കോടിയോളം രൂപയ്ക്ക് കൃത്യമായ കണക്കില്ല എന്നുമാണ് പുറത്തുവരുന്ന വിവരങ്ങൾ വ്യക്തമാക്കുന്നത്. പാർട്ടിയുടെ കേന്ദ്ര ഓഡിറ്റ് വിഭാഗം നടത്തിയ കൃത്യമായ പരിശോധനയിലാണ് ഈ വൻ തിരിമറിയുടെ വിവരങ്ങൾ കണ്ടെത്തിയത് എന്നും സൂചനകളുണ്ട്. എന്നാൽ ഈ വാർത്തകളെയും തുടർ നടപടികളെയും പൂർണ്ണമായി തള്ളിക്കളയുന്നതാണ് നിലവിൽ സംസ്ഥാന നേതൃത്വം ചെയ്യുന്നത്. നിയമസഭാ തെരഞ്ഞെടുപ്പ് വേളയിൽ 140 മണ്ഡലങ്ങളിലായി 500 കോടിയിലധികം രൂപയുടെ ഭീമമായ പ്രവർത്തന ഫണ്ടാണ് കേന്ദ്രത്തിൽ നിന്ന് കേരളത്തിലേക്ക് ഒഴുകിയത് എന്നാണ് റിപ്പോർട്ടുകൾ അത്രയും ചൂണ്ടിക്കാട്ടുന്നത്. എന്നാൽ പ്രചരണാർത്ഥം തയ്യാറാക്കിയ കൊടികളുടെയും ഫ്ലക്സുകളുടെയും നിർമ്മാണത്തിൽ മാത്രം 1.5 കോടി രൂപയുടെ അസ്വാഭാവികമായ ബില്ലുകൾ നൽകിയതാണ് കേന്ദ്ര ഓഡിറ്റ് ടീമിന്റെ കടുത്ത സംശയത്തിന് ഇടാക്കിയത്. ഇതോടെ സാമ്പത്തിക കാര്യങ്ങൾ പ്രധാനമായും കൈകാര്യം ചെയ്ത നേതാക്കളെയും അവരുടെ വിശ്വസ്തരെയും ലക്ഷ്യമിട്ടാണ് പാർട്ടിയിലെ ഒരു വിഭാഗം നേതാക്കൾ പരസ്യമായി രംഗത്ത് വന്നിരിക്കുന്നത്. പക്ഷെ പതിവ് പോലെ ഈ ആരോപണങ്ങളെല്ലാം പാർട്ടിയെ തകർക്കാൻ വേണ്ടി ഉണ്ടാക്കിയ കളവാണ് എന്നാണ് ആരോപണ വിധേയരായ നേതാക്കൾ പറയുന്നത്. വിവാദത്തിന് പിന്നാലെ സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസിന്റെ ചുമതലയുണ്ടായിരുന്നവർക്കെതിരെ ശക്തമായ സംഘടനാപരമായ നടപടികൾ ഉണ്ടായി എന്ന പ്രചാരണവും ഇപ്പോൾ രാഷ്ട്രീയ വൃത്തങ്ങളിൽ ശക്തവുമാണ്. ഇവരെ ചുമതലകളിൽ നിന്ന് അടിയന്തരമായി മാറ്റി നിർത്താനും തട്ടിയെടുത്ത തുക മുഴുവനായി തിരിച്ചുപിടിക്കാനും കേന്ദ്ര നേതൃത്വം കർശന നിർദ്ദേശം നൽകിയതായി വാർത്തകൾ പരന്നെങ്കിലും തൽക്കാലം ഇതെല്ലാം ബിജെപി നേതൃത്വം ഔദ്യോഗികമായി നിഷേധിക്കുകയാണ് ചെയ്യുന്നത്. രാജീവ് ചന്ദ്രശേഖർ വിദേശയാത്ര കഴിഞ്ഞ് തിരിച്ചെത്തിയ ശേഷമേ ഈ വിഷയത്തിൽ ഒരു അന്തിമ പ്രതികരണം ഉണ്ടാകൂ എന്നും പാർട്ടിയുമായി അടുത്ത കേന്ദ്രങ്ങൾ പറയുന്നുണ്ട്. അതേസമയം ഈ സാമ്പത്തിക പ്രശ്നം വെറും തിരഞ്ഞെടുപ്പ് ഫണ്ടിൽ മാത്രം ഒതുങ്ങുന്ന ഒന്നല്ല എന്നാണ് മറുവിഭാഗം നേതാക്കൾ ചൂണ്ടിക്കാട്ടുന്നത്. നടപടി നേരിട്ടതായി പറയപ്പെടുന്ന ഒരു പ്രമുഖ നേതാവിന്റെ നേതൃത്വത്തിൽ കൊല്ലം ജില്ലാ കമ്മിറ്റി ഓഫീസിന്റെ ഇന്റീരിയർ ജോലികളുടെ മറവിൽ വ്യാപാരികളിൽ നിന്നും വ്യവസായികളിൽ നിന്നും കോടികളുടെ വ്യാജ പിരിവ് നടത്തിയെന്ന ഗുരുതരമായ ആരോപണവും ഒപ്പത്തിനൊപ്പം ഉയർന്നിട്ടുണ്ട്. 10,000 ചതുരശ്ര അടി വിസ്തീർണമുള്ള ഓഫീസ് കെട്ടിടത്തിന്റെ നിർമ്മാണ ചെലവ് മുഴുവൻ കേന്ദ്ര നേതൃത്വം നേരിട്ട് വഹിച്ചിട്ടും അതിന്റെ ഇന്റീരിയർ ആവശ്യങ്ങൾക്കായി ഓരോ നിയോജക മണ്ഡലവും 25 ലക്ഷം രൂപ വീതം നിർബന്ധമായും നൽകണമെന്ന് കാണിച്ച് ഒരു സർക്കുലർ ഇറക്കിയാണ് നേതാക്കൾ പണം സ്വരൂപിച്ചത് എന്നാണ് ഉയർന്ന പ്രധാന ആക്ഷേപം. ബിജെപിയുടെ കേന്ദ്ര ഓഡിറ്റ് വിഭാഗം നടത്തിയ പരിശോധനയിൽ ക്രമക്കേടുകൾ കണ്ടെത്തിയെന്ന വിവരം പുറത്തായതോടെ അവർ സംസ്ഥാന പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖറുമായി ദീർഘനേരം സംസാരിച്ച ശേഷമാണ് ഡൽഹിക്ക് മടങ്ങിയത്. അവർ ചില നിർണായക വിവരങ്ങൾ അദ്ദേഹത്തിന് നേരിട്ട് കൈമാറി എന്നും സൂചനയുണ്ട്. എന്താണെങ്കിലും വരും ദിവസങ്ങളിൽ എന്ത് കൊടുങ്കാറ്റാണ് ബിജെപി എന്ന പാർട്ടിക്കുള്ളിൽ ഉണ്ടാകാൻ പോകുന്നത് എന്ന് നമുക്ക് കണ്ടറിയാം.